ഇപ്പോൾ വളരെ വലിയൊരു വാർത്ത വന്നത് ഇപ്പോൾ നമ്മൾ കാണാം. കോടിക്കണക്കിന് രൂപ ചെലവാക്കി അത് BJP ആണ് ചെയ്തേക്കുന്നത്. ഗവൺമെൻറ്റാണ്, അത് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഒരു പ്രതിമ, ശിവാജി പ്രതിമ, അതായത് ഏറ്റവും നീളം കൂടിയ പ്രതിമ, അതാണ് ഉയരം കൂടിയ പ്രതിമ സ്ഥാപിച്ചു കേട്ടോ. അത് കഴിഞ്ഞ വർഷമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇത് നോക്കിക്കണം, ഈ പ്രതിമ സ്ഥാപിക്കുന്ന ഒരു കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ശിവാജിയുടെ പ്രതിമ, ഈ ആളുകളുടെ പ്രതിമ സ്ഥാപിച്ച് ഇവിടെ എന്ത് കിട്ടാനാണ്? ഈ പ്രതിമ സ്ഥാപിക്കുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്? എന്തിലേക്ക്? ആളുകളെ വിഭജിക്കാനായിട്ട് ഈ പ്രതിമ സ്ഥാപിക്കുക, അമ്പലം പണിയുക, പള്ളി പണിയുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും വല്ല പ്രയോജനമുണ്ടോ? ഈ കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ, അവര് പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരെന്തെങ്കിലും അവർക്ക് നേട്ടം ഉണ്ടായേനെ. അതിന് പകരം ഈ പ്രതിമ കെട്ടിപ്പൊക്കുകയാണ്, വലിയ പ്രതിമ. ആ പ്രതിമ തുരുമ്പിച്ചു തുടങ്ങി എന്നുള്ളത് ഒരു വാർത്ത നേരത്തെ വന്നിരുന്നു. ഇതെല്ലാം പക്ഷേ അതിപ്പോൾ അങ്ങ് തകർന്നു. അത് മഴയിലാണ് തകർന്നു. ഈ പ്രതിമ, ഇത്രയും വലിയ പ്രതിമ, ഇത്രയും രൂപ ചെലവാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ പ്രതിമ ഏതായാലും ആ ഉദ്ഘാടന ദിവസം തകർന്നു വീഴാതിരുന്ന നന്നായി എന്നേ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്തായാലും അത് പൊളിഞ്ഞ് താഴെ വീണു കേട്ടോ. ഇനി ഇതിനും പോലെ ഇത് കെട്ടിപ്പൊക്കണം കേട്ടോ, അതാ വേണ്ടത്. അല്ലാതെ ഈ പ്രതിമ സ്ഥാപിക്കണം, നിർബന്ധമാണ്, പ്രതിമ വേണം. ഇപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു പ്രതിമ ഇതുപോലെ കെട്ടിപ്പൊക്കണം കേട്ടോ. എന്നാലേ എന്നെ ആളുകൾ അറിയും. ഈ പ്രതിമ മൂലമാണോ ആളുകളെ അറിയേണ്ടുന്നത്? ശിവാജി എന്ന് പറയുന്ന ആളിനെ, അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയാം കേട്ടോ. ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഒരുപാട് പേര് ഇതുപോലുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാം പ്രതിമ ഇവിടെ ഉണ്ടാക്കാനായിട്ട് നടക്കുകയാണെങ്കിൽ ഇത് എന്തുവാ ഇതുകൊണ്ടുള്ള പ്രയോജനം? എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ആലോചിക്കണം. മുസ്ലിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, ഞങ്ങളുടെ ഒന്നും ഈ പ്രതിമയോ ഇതൊന്നും സ്ഥാപിക്കാൻ പാടില്ല. ഞാനിത് പറഞ്ഞെങ്കിലും ആരും എൻ്റെ പ്രതിമ സ്ഥാപിക്കരുത് ഒരിക്കലും. കാരണം അത് എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരാണ്. ഞാൻ പറയാം. അതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല ഇവരുടെ പ്രതിമ. ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ നേതാക്കൾ, അതായത് ഇപ്പം മഹാത്മാഗാന്ധിയുടെയോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയോ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയോ ഒക്കെ പ്രതിമ ഓരോ സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയുടെ ശില്പികളാണ് അവരൊക്കെ. അവരുടെയൊക്കെ പ്രതിമ വെക്കണം, ഒരു കുഴപ്പമില്ല. പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പ്രതിമ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനൊക്കെ ആണ്? ഇവിടെ അങ്ങനെയാണെങ്കിൽ ആരുടെയൊക്കെ സ്ഥാപിക്കണം? എത്ര നൂറ്റാണ്ടുകളാണ് ഇവിടെ ഈ മുഗൾ ഭരണം നടന്നത് ഇവിടെ ഇന്ത്യയിൽ? അങ്ങനെയാണെങ്കിൽ അവിടെ ബാബറിന്റെ പ്രതിമ വേണ്ടേ? ഇതുപോലെ തുടങ്ങി ഔറംഗസീബിന്റെ വേണം, അക്ബറുടെ പ്രതിമ വേണം. ഇതുപോലുള്ള ഒരു ആളുകളുടെ എല്ലാം പ്രതിമ വെക്കണ്ടേ? ഇവരുടെ ആരും പ്രതിമ ഇല്ലല്ലോ ഇവിടെ. അപ്പൊ ഈ പ്രതിമ വെക്കുക എന്ന് പറയുന്നത് ഒരു ദുർവ്യയമാണ്. അത്രയും പണം വെറുതെ കളയുകയാണ്. ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. വല്ല ദൈവത്തിന്റെ പ്രതിമകളെന്ന് പറഞ്ഞാൽ ആളുകൾ ആരാധിക്കുകയെങ്കിലും ചെയ്യും പോയത്. ഇത് ആര് കാണാനാണ്? ഇതെന്താണ് പ്രതിമ? ഇതുകൊണ്ടുള്ള പ്രയോജനം? ഇത് യഥാർത്ഥത്തിൽ ഈ പ്രതിമ പണിതത് തന്നെ വളരെ നഗ്നമായ അഴിമതിയാണ്. അതോടൊപ്പം തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ്, ഒരു പാലം വന്നു, അടൽ സേതു. ആ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ പണിഞ്ഞത്, അതിന് വിള്ളൽ വീണ് പോയി ആ റോഡ്. അപ്പൊ ഇതെല്ലാം അഴിമതിയല്ലേ? ഇത് മുഴുവൻ അഴിമതിയാണ്. ഈ പ്രതിമ നിർമ്മാണം അഴിമതിയാണ്. പ്രതിമ നിർമ്മാണത്തിനുള്ള ഉത്തരവ് കൊടുത്ത അഴിമതി, അത് കഴിഞ്ഞ് അത് നിർമ്മിച്ചതിൽ അഴിമതി, എന്നെ പണം ചെലവാക്കിയതിൽ. ഇപ്പൊ അത് തകർന്നു വീണു. അതോടുകൂടി അതിന്റെ കാര്യം തീർന്നു. ഇനി അത് കെട്ടിപ്പൊക്കാതിരുന്നാൽ അത്രയും പണം പോകത്തില്ല. പിന്നെ ഈ പ്രതിമകൾ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഉപയോഗമുണ്ട്. അത് നമ്മളൊക്കെ കാണുന്നതാണ്. ശ്രീ മാധവറാവുവിന്റെ പ്രതിമ നമ്മുടെ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തിരുവനന്തപുരത്ത് നിൽപ്പുണ്ട്. അത് കറുത്ത പ്രതിമയാണ്, പക്ഷേ അത് മുഴുവൻ വെളുത്തിരിക്കുക. അതിന്റെ കാരണം എന്താണെന്നറിയോ? കാക്ക കാഷ്ടിക്കുന്നതാണ്. കാക്കയ്ക്ക് കക്കൂസായിട്ട് ഉപയോഗിക്കാനല്ലാതെ ഈ പ്രതിമകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ചിന്തിക്കണം.